അപ്പൊ നമ്മൾ റജബ് മാസത്തിന്റെ പോരിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയിലാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ റജബ് മാസത്തെ നമ്മൾ നല്ലോണം ഒന്ന് ഗൗനിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ മാസം സാക്ഷി പറയുന്നൊരു മാസമാണ് എന്ന് നമ്മൾ പറഞ്ഞിനി. അവിടെ പറയുന്നു ഇന്ന റജബ, തീർച്ചയായിട്ടും റജബ് മാസം, ബാദമായന്തി, അത് കഴിഞ്ഞടന്നതിന് ശേഷം, റജബ് മാസം കഴിഞ്ഞു പോകുമല്ലോ. റജബ് മാസം കഴിഞ്ഞാൽ ഷാബാൻ വന്നാൽ റജബ് കഴിഞ്ഞു പറയും. അങ്ങനെ റജബ് മാസം കഴിഞ്ഞു പോയാൽ യസ്ഉദു, റജബ് മാസം കേറും, ഇലസ്സമായി, ആകാശത്തിലേക്ക്. ഫയഖൂലുല്ലാഹു തആല, അപ്പൊ അല്ലാഹു തആല പറയും യാ ഷഹരി, ഓ എന്റെ മാസമേ. അല്ലാഹു തആല അള്ളാന്റെ ഹബീബ് റജബിനെ വിശേഷിച്ച് ഷഹറുല്ലാഹി, അള്ളാഹുവിന്റെ മാസം എന്നാണല്ലോ. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുകയാണ് ഈ മാസത്തോട്, യാ ഷഹരി, ഓ എന്റെ മാസമേ, ഹൽ യുഹിബ്ബൂനക വയുഅള്ളിമൂനക, അന്നെ അവരൊക്കെ ബഹുമാനിച്ചിട്ടില്ലയോ, നിന്നെ ഇഷ്ടം വെച്ചിട്ടില്ലയോ? ജനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ജനങ്ങൾ നിന്നെ ഇഷ്ടം വെച്ചിട്ടില്ലേ, ജനങ്ങൾ നിന്നെ ബഹുമാനിച്ചിട്ടില്ലയോ മാസമേ. അപ്പം ഈ റജബ് മാസം ഉണ്ടല്ലോ, ഈ റജബ് മാസം ഫയസ്കുത്തു വലായത്തക്കല്ലമു, ആ റജബ് മാസം അപ്പം മിണ്ടുന്നില്ല, വലായത്തക്കല്ലം, സംസാരിക്കുന്നുമില്ല. സംസാരിക്കുകയോ അതുപോലെ മിണ്ടുകയോ ചെയ്യാതെ അങ്ങനെ നിൽക്കുമ്പം ഹത്താ യസ്അലു താനിയം വദാലിത, അല്ലാഹു തആല 2ഉം 3ഉം പ്രാവശ്യം ആ റജബ് മാസത്തിനോട് ചോദിച്ചു, അല്ല അന്നെ അവർ ബഹുമാനിച്ചിട്ടില്ലേ, അന്നെ ആദരിച്ചിട്ടില്ലേ, ഇഷ്ടം വെച്ചിട്ടില്ലേ? സുമ്മയക്കൂലു, അപ്പ ഈ പിന്നീട് ആര് പറയുകയാണ്, മാസം പറയുകയാണ്, ഇലാഹി, എന്റെ പടച്ചോനെ, അൻത സത്താറുൽ ഉയൂബ്, നീ അയ്ബുകളുടെ സത്താറാണ്, അങ്ങനെയാണല്ലോ നീ ഉള്ളത്. അമർത്ത, നീ കൽപ്പിച്ചത്, ഖൽഖക, നിന്റെ സൃഷ്ടികളോട് കൽപ്പിച്ചത്, ബി അൻ യസ്തുറു, അവരൊക്കെ മറച്ചു വെക്കൽ കൊണ്ടാണല്ലോ നിന്റെ കൽപ്പന, ഉയൂബ ഗൈരിഹിം, അവരല്ലാത്തവരുടെ ഐബിനെ മറച്ചേക്കാനല്ലേ എന്റെ കൽപ്പന. സമ്മാനി, എനിക്ക് പേര് വെച്ചു, റസൂലുക്ക, നിന്റെ റസൂൽ എനിക്ക് പേര് വെച്ചത് അസമ്മ് എന്നാണ് പേര് വെച്ചത്, ചൗടട്ടൻ എന്നുള്ള അടിസ്ഥാനത്തിൽ, കേൾക്കാത്തോന്, അതല്ല എന്റെ പേരെന്നെ. അനസമയത്തു ത്വാഅത്തുഹും, അവരുടെ ആരാധനയെ ഞാൻ കേട്ടിട്ടുള്ളൂ. വലം അസ്മഅ, ഞാൻ കേട്ടിട്ടില്ലല്ലോ മഅസിയത്തുഹും, അവരുടെ മഅസിയത്തിനും ഞാൻ കേട്ടിട്ടില്ല, അവരുടെ ദോഷത്തിനും ഞാൻ കേട്ടിട്ടില്ല. ഓലെ ആരാധന മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ പടച്ചോനെ. വലിദാലിക, ഇക്കാരണം കൊണ്ടാണ് സുമ്മിയൽ അസമ്മ് എന്ന് പേര് വെക്കപ്പെട്ട് ആർക്ക്, റജബിനിക്ക്. സുമ്മ യഖൂലുല്ലാഹു തആല, അപ്പൊ പിന്നീട് അല്ലാഹു തആല പറയാണ്, അൻത ഷഹരി, ഇജ്ജന്റെ മാസല്ലേ, മഈബു അസം, ചൂടട്ടന്മാരുടെ ന്യൂനത എന്നുള്ള എന്റെ മാസല്ലേ ഇജ്, അതങ്ങനെ തന്നെയാണ്. വൈബാദി, എന്റെ അടിമകളോ, മഈബൂന, അവരും അയബുള്ളവരാണ്, നീ മാത്രല്ല അവർക്കും അയബുണ്ട്. ഖബ്ബൽതുഹും, ഞാൻ അവരെ സ്വീകരിക്കും, മഅ ഉയൂബിഹിം, അവരുടെ അയബുകളോട് കൂടെ തന്നെ, മനുഷ്യന്മാരെ അയബിനോട് കൂടെ തന്നെ ഞാൻ അവരെ സ്വീകരിക്കും. അയബി ഹുർമത്തിക്ക, അന്റെ ബഹുമാനം കൊണ്ടാണ് ഞാൻ അവരെ സ്വീകരിക്കുന്നത്. കമാ കബ്ബൽത്തക്ക, അന്നെ ഞാൻ സ്വീകരിച്ചതുപോലെ, അൻത മഈബ്, എനിക്ക് മഈബുണ്ടല്ലോ, അയബുണ്ടല്ലോ, അങ്ങോട്ട് അന്നെ ഞാൻ സ്വീകരിച്ചിട്ടില്ലേ, അങ്ങനെ ഞാൻ ഓരോ സ്വീകരിച്ചോളാം. വഅഗ്ഫിർലഹും, ഞാൻ ആ അടിമകൾക്കൊക്കെ പുറത്തും കൊടുക്കും. ബിനദാമത്തി വാഹിദ് ഫീക, അന്നിലുള്ള ആ ഒരു ഒറ്റ ഖേദുണ്ടല്ലോ, അതൊറ്റ മതി, അതുകൊണ്ട് ഞാൻ എനിക്ക് ഓൽക്കാൻ പുറത്തും കൊടുത്തോളാം. വലാ നക്തുബു ലഹുമുൽ മആസി ഫീക, അന്നിൽ ആയിട്ടൊരു തെറ്റും ഞാൻ അവർക്ക് ചാർത്തൂല്ല. അപ്പൊ ഉണ്ടോ, റജബ് മാസത്തിനെ മട്ടം പോലെ ബഹുമാനിച്ച് ആദരിച്ചാൽ എന്താകും, നമുക്ക് ഒരുപാട് സാക്ഷിത്വം കിട്ടും, അതുപോലെ തന്നെ നന്മയും കിട്ടും, ബർക്കത്തും കിട്ടും, അയകളൊന്നും എഴുതപ്പെടുകയില്ല എന്നുള്ളത് പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ മാസത്തിനെ നമ്മൾ ബഹുമാനിക്കുക. വലിയ പവറുള്ള മാസം വന്നിട്ട് ഉമ്മമാരിപ്പോഴും കടന്നുറങ്ങുക തന്നെയാണ്, അവർ ശ്രദ്ധിക്കുന്നില്ല. മനസ്സിലായില്ലേ? എത്ര അപകടമാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞല്ല, ഉലമാ പറഞ്ഞ കാര്യമാണ്, ഗൗരവമായ കാര്യങ്ങൾ ഉലമാ പറഞ്ഞ. നമ്മൾ നോക്ക്, ഗൗരവമായ കാര്യം ഉലമാ പറഞ്ഞിട്ടില്ലേ? മാത്ത ഫീ സമനി അബീബക്കർ, ഒരു ചരിത്രം പറയാ, ഒരു സംഭവം. മാത്ത ഫീ സമനി അബീബക്കർ, അബൂബക്കറിന്റെ കാലഘട്ടത്തിൽ ഒരാൾ മരിച്ചു, റജുലുൻ, ഒരു മനുഷ്യൻ മരിച്ചു. ഫഖാമു, അപ്പൊ ജനങ്ങളെല്ലാരും കൂടി എണീറ്റു, ഇലസ്സലാത്തി അലൈഹി, ആ മയ്യത്തിന്റെ നിസ്കാരത്തിലേക്ക്. എന്താണ് ആ മയ്യത്തുകാരത്തിനൊക്കെ ഒരുങ്ങി. അപ്പൊ കഫൻ ചെയ്ത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് മയ്യത്തുകാരത്തിൽ ഒരുങ്ങി. ഫൈദൽ കഫനു, ആ സമയത്ത് കഫംപുട യതഹറക്കു, അതിങ്ങനെ അനങ്ങുകയാണ്. കഫംപുട, മരിച്ച വ്യക്തിയെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി മുന്നിൽ വെച്ചപ്പോ കഫംപുട അനങ്ങുന്നു. ഫനളറു, അവരെല്ലാവരും നോക്കി. ഫവജദു, അപ്പൊ അവർ നോക്കിയപ്പോ ഫവജദു, അവരെത്തിച്ചു, അവർ കണ്ടു. ഹയ്യത്തൻ, ഒരു പാമ്പിനെ കണ്ടു.
മുതവ്വിഖത്തൻ അത് വലയം ചെയ്തിട്ടുണ്ട് ഫി ഉനുഖിഹി ആ മയ്യത്തിന്റെ പേരടിയിൽ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരു പാമ്പിനെ കണ്ടു. തഅകുലു ആ പാമ്പ് തിന്നുന്നു ലഹമഹു മയ്യത്തിന്റെ മാംസത്തിനെ. വ തമുസ്സു അത് ഈമ്പി കുടിക്കുന്നു ദമഹു ആ മയ്യത്തിന്റെ രക്തത്തിനെ. ഫഅറാദു അപ്പൊ കൂടി നിൽക്കുന്ന സ്വഹാബാ കിറാം ഉദ്ദേശിച്ചു ഖത്ല അതിനെ കൊല്ലാൻ വേണ്ടി കരുതി. ഫഖാലത്തുൽ ഹയ്യത്തു അപ്പ പാമ്പ് സംസാരിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് തഖ്തുലൂനി നിങ്ങൾ എന്നെ കൊല്ലുകയാണോ? വലൈസ ദംബുൻ എനിക്കൊരു തെറ്റുമില്ല, വലാ ഖതഉൻ ഒരു പിഴവുമില്ല, ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. ഫഇന്നല്ലാഹ തആല തീർച്ചയായിട്ടും അല്ലാഹു തആല അമറനി എന്നോട് കൽപ്പിച്ചത് അൻ ഉഅദ്ദിബഹു ഈ മനുഷ്യനെ അദാബിലാക്കാനാണ്. ഈ മനുഷ്യൻ അദാബിലാക്കാനാണ് എന്നോട് കൽപ്പന. എന്നെ കൽപ്പിച്ച അങ്ങനെയാണ്. ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്ത് നാൾ വരെ ഈ മനുഷ്യനെ ഇത് രൂപത്തിൽ അദാബിലാക്കാനാണ് എന്നോട് കൽപ്പിച്ചത്. നിങ്ങൾ ഈ മയ്യത്തിനെ കൊണ്ടായാണ്ട് അടക്കം ചെയ്താലും ശരി, നിക്കരിച്ചാലും ശരി, നിങ്ങൾ ഇതിനെ കൊണ്ടേ മൂടിയാലും ശരി, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇലാ യൗമിൽ ഖിയാമ വരെ ഞാൻ ഈ മയ്യത്തിനെ ഇതുപോലെ ശിക്ഷിക്കും. എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചതാണല്ലോ അത്. ഫഖാലു അപ്പൊ കൂടിയിരിക്കുന്ന സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു മാ ഖത്തായാഹു അയാളെ തെറ്റെന്താന്ന? ഒരു തെറ്റുമില്ലാതെ അയാൾ അങ്ങനെ ശിക്ഷിക്കല. എന്ത് തെറ്റായാൾക്ക് വേണ്ടി നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നാ ഒന്ന് പറഞ്ഞിട്ടിക്ക എന്ന് തെറ്റ് ചോദിച്ചപ്പം കാലത്ത് ആ പാമ്പ് പറഞ്ഞു സലാസു ഖത്തായ 3 തെറ്റ് ഇയാൾ ചെയ്തിട്ടുണ്ട്. ഒന്നല്ല 3 തെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലവ്വലു ഒന്നാമത്തെ തെറ്റെന്താ? കാന ഇദാ സമി അൽ അദാന ലാ യുജീബുൽ ജമാഅത ബാങ്കിനെ കേട്ടുകഴിഞ്ഞാൽ ഇയാൾ ജമാഅത്തിനക്ക് ഉത്തരം കൊടുക്കൂല. ഇത് വല്ലാത്തൊരു ഗൗരവല്ലേ? ലാഘവത്തോടെ മനുഷ്യന്മാരിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയല്ലേ? ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ജമാഅത്തിന് ഉത്തരം കൊടുക്കാത്ത എത്ര ആളുകളുണ്ട്? അവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം പണിത്തിരക്കിലോ അതുപോലെ തന്നെ ജോലിയിലോ ബിസിനസ്സിലോ കടയിലോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്കിനെ കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഷട്ടർ താത്തിയിട്ട് അപ്പം തന്നെ കേൾച്ചാൻ പോലെ ചിലപ്പോൾ പ്രായോഗികമായിക്കൊള്ളുമെന്നില്ല. അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. വെറുതെ ടൈമുകൾ ഉണ്ടായിട്ടും നമ്മൾ വീട്ടിലൊക്കെ അലസതയിലിരിക്കുമ്പോൾ ബാങ്ക് കേട്ടിട്ട് നമ്മളത് അലസതയോടുകൂടെ ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിലൂടെ നമ്മൾ പരത്തിവിടുകയല്ലേ? നിസ്കാരത്തിന്റെ ഗൗരവത മനസ്സിലാകാത്തത് കൊണ്ടാണ്. താരിഖുസലാത്തായിക്കൊണ്ട് ഒരിക്കലും നമ്മൾ ജീവിക്കാൻ പാടില്ല. എന്ത് തന്നെ പറഞ്ഞാലും ആരെന്ത് തന്നെ പറഞ്ഞാലും നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നത് പടച്ചോൻ ആരാധിക്കാനാണ്. ആ ആരാധന കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമായിട്ടും ഏറ്റവും പതിപ്രധാനമായ ഘടകം 5 വക്ത് നിസ്കാരമാണ്. അതിൽ നിന്ന് ഒറ്റൊന്നും ഒഴിവായി പോകരുത്, ഒറ്റൊന്നും ഖളായി പോകരുത്. പല ആളുകൾക്കും നിസ്കാരങ്ങൾ ഖളായി പോകുന്നുണ്ട്. പടച്ചോന്റെ കോടതിയിൽ അല്ലാഹു തആല വെറുതെ വിടൂല എന്ന ബോധം നമ്മുടെ കൽബിൽ വേണം മക്കളെ. അപ്പൊ ആയതുകൊണ്ട് ഈ പാമ്പ് ഒരു ഉളുപ്പില്ലാതെ പറയാണ് ഇദാ സമിഅൽ അദാന ലാ യുജീബുൽ ജമാഅത ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ഇയാൾ ഉത്തരം കൊടുക്കലില്ല. ഇയാൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയൂലല്ലേ? അപ്പൊ പിന്നെ ഇയാൾക്ക് ശിക്ഷയില്ലല്ലോ. ഒന്നാമത്തെ തെറ്റ് ഇയാൾക്ക് അതാണ്. പത്താനി രണ്ടാമത്തെ എന്താ? ലാ യഖ്റുജു സകാത്ത മിൻ മാലിഹി അയാളുടെ മുതലിൽ നിന്ന് സക്കാത്ത് ഒരിക്കലും അയാൾ പുറപ്പെടുവിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല. പൈസക്ക് സക്കാത്ത് കൊടുക്കണം. നമ്മൾ പറഞ്ഞ് നമ്മൾ അധ്വാനിച്ച പൈസയാണ്. നമ്മൾ അധ്വാനിച്ച പൈസയ്ക്കോട്ടെ കൂട്ടരെ പാവങ്ങളുടെ ഹക്കല്ലേ അത്? സക്കാത്ത് എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ഹക്കാണ്, അതിന്റെ അർഹതപ്പെട്ട ആളുകളുടെ ഹക്കാണ്, കൊടുത്തേ മതിയാകൂ. നമ്മൾ അധ്വാനിച്ച് എന്ന് പറയാണെങ്കിൽ അല്ലാഹു തആലക്ക് അവിടെ പറയാനില്ലേ ഞാൻ തന്നെയല്ലേ എനിക്ക് ചോദിച്ചാൽ? അതൊരു മുതകബ്ബിറായ ഒരു കിബറിന്റെ വർത്താനാണ്. ഞാൻ അധ്വാനിച്ചാണ്, ഞാൻ വളരെ വിഷമിച്ച് ഇടങ്ങേറ് പിടിച്ച് ഞാനെന്റെ സങ്കടം ഒരാളോടും പറയാതെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനാണ് ശ്രമിക്കാറ്. ഒരുവിധം ഇടങ്ങേറായാലൊന്നും പറയില്ല. ഇടങ്ങേറാവുമ്പം അങ്ങേയറ്റം കുടുങ്ങിയെന്ന് കണ്ടാൽ ആ രൂപത്തിൽ കാണുമ്പോഴാണ് ഞാൻ പറയാറന്നെ. അല്ലാതെ എന്താകാറില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞെടുക്കലില്ല. അപ്പം ഞാനിവിടെ ഒരു ആചാര്യണ്ടായിരുന്നു, അത്രയ്ക്ക് ഇടങ്ങേറായപ്പം. ഇപ്പം കുടിൽക്കൽ കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ കൊടുക്കൽ നിർബന്ധമായി വന്ന ഒരു സാഹചര്യം. കാരണം കുടിൽക്കൽ കഴിഞ്ഞിട്ട് തരാമെന്നും പറഞ്ഞു, അത്രയും പൈസ എൻ്റെ കയ്യിലുണ്ടായില്ല. അപ്പം ഞാൻ കുടുങ്ങി. പിന്നെ വാക്ക് പറഞ്ഞാൽ നമ്മൾ തെറ്റിക്കാൻ പാടില്ല, മുനാഫിക്കായി പോലെ. മുനാഫിക്കായി പോകരുതല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ കുടിൽക്കൽ കഴിഞ്ഞിട്ട് തരാ എന്നും പറഞ്ഞു. ഞാനെപ്പോഴും കാണുന്നവരാണെങ്കിലും എൻ്റെ ഒപ്പം പഠിച്ചവരൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അതും ഞാൻ വീട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി പ്ലംബിങ്ങിൻ്റെയും അതുപോലെ തന്നെ വയറിങ്ങിൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ വന്ന കടങ്ങളാണ്. വെറുതെ ചീട്ട് വലിച്ചുകൊണ്ടും കൊണ്ടുപിടിച്ചുകൊണ്ട് കടം വരുത്തിയല്ല. അപ്പം ഞാനിവിടെ ഒരു ആചാര്യണ്ട്, ആദ്യമായിട്ട് അവസാനമായിട്ട് പോയി, ഇനി മേലാൽ പോകില്ല. ഞാൻ അവിടെ പോയപ്പോൾ അയാളുടെ ഒരു സംസാരം കേട്ടിട്ട് ഞാൻ തരിച്ചുപോയി.
എന്താ ചെയ്യാൻ? അത്രക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ. അയാളിനോട് പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയാണ്. അതോടെ ഞാനെന്തായി ഇറങ്ങിയാട് പോകുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇങ്ങളും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കണം. ഞങ്ങളൊരു വിസേരി എനിക്ക് പിന്നെ ഞാനും വരാൻ കിട്ടും. അല്ല ബന്ധാപിന് മറുപടി അറിയാം. ഞാനോട് പറഞ്ഞു, നിങ്ങളെ കടയിലേക്ക് കൊടുക്കുന്ന നല്ലൊരു വിസേരി എന്നാലും ഞാനും വരാൻ അങ്ങോട്ട് എന്നയാൾ പറഞ്ഞു. അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന വെച്ചാൽ അയാളെ സക്കാത്ത് തന്നെ ഉണ്ട് കണ്ടമാനം കൊടുക്കാൻ. ആ സക്കാത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന നാട്ടിൽ പാവങ്ങൾ രക്ഷപ്പെട്ടു പോകും. പൈസക്ക് സക്കാത്ത് കൊടുക്കണം, അതിന്റെ കണക്ക് പ്രകാരമാകുമ്പോൾ. ഞാനതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ആയതുകൊണ്ട് ഞാൻ വിഷയം വന്നപ്പം അത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ലാ യഖ്റുജു സക്കാത്ത മിൻ മാലിഹി, അവന്റെ മുതലിൽ നിന്ന് സക്കാത്ത് അവൻ പുറപ്പെടുവിച്ചിട്ടില്ല, സക്കാത്ത് പുറപ്പെടുവിച്ചിട്ടില്ല അവൻ. അപ്പൊ അതുകൊണ്ട് അവനക്ക് ശിക്ഷ കൊടുക്കണം. 2 തെറ്റായി. വസാലിസു, മൂന്നാമത്തെ അവൻ ചെയ്ത തെറ്റെന്താ? ലാ യസ്മഉ ഖൗലൽ ഉലമാഇ, ഉലമാഇന്റെ പണ്ഡിത ലോകത്തിന്റെ പണ്ഡിത സംസാരം അവൻ ശ്രദ്ധിക്കൂല. പണ്ഡിതന്മാരെന്താ പറഞ്ഞ അതാ കേൾക്കേണ്ടത്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വേറോലല്ല കേൾക്കേണ്ടത്. പണ്ഡിത ലോകം എന്തു പറയുന്നു, അവർക്കെന്താ വിഷയത്തിൽ പറയാനുള്ളത്? മതം പറയേണ്ടത് പണ്ഡിതന്മാരാണ്, അവര് പറയും മതം എല്ലാവരും കൈകാര്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യും, അവരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം, അതിന് നമുക്ക് കഴിയണം. ഇവിടെ എന്നാണോ ഉലമാവും ഉമറാവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തനത്തിൽ സെറ്റപ്പ് ഉണ്ടാവും. എന്നാണോ വിഭിന്നമായി ഭിന്നിച്ചു ഭരിക്കുന്നത്, അന്ന് തുടങ്ങും അതിന്റെ നാശം. അപ്പൊ ആയതുകൊണ്ട് ഉലമാ പറയും, ഉമറാ നാളെത്രയും കാലം നടന്നുപോയത് ഉലമാ നിർദ്ദേശിക്കും, ഉമറാ കേൾക്കണം. അങ്ങനെയാണ് ഉലമാവിന്റെ തീരുമാനമാണ് ഇവിടുത്തെ തീരുമാനം, അന്തിമ തീരുമാനം. കാരണം അവർക്ക് കാര്യങ്ങൾ തിരിയൂ, മതത്തിന്റെ കാര്യങ്ങൾ അവരാണ് പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ലാ യസ്മഉ ഖൗലൽ ഉലമാ, ഈ ഉലമാക്കന്മാരുടെ വാക്കുകൾ കേൾക്കൂല. ഇയാൾ അങ്ങനത്തെ ഒരു മുത്തക്കബിറായി ജീവിച്ചൊരു മനുഷ്യനാ, അതുകൊണ്ട് ഇയാളെ ഞാൻ വെറുതെ വിടൂല എന്നാ പാമ്പ് പറഞ്ഞു. വഹാദാ ജസാ, അതുകൊണ്ട് അയാളുടെ പ്രതിഫലമായി പിടിച്ചത്, അതുകൊണ്ട് അയാളെ ഈ ശിക്ഷ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കും എന്ന് ഈ പാമ്പ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ ഗൗരവത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. മനസ്സിലായില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാനും നല്ല മാസങ്ങളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ ആഗതമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്താകണം? അതൊന്നും ശ്രദ്ധിക്കാതെ എനിക്കതൊന്നും ബാധകമല്ല എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ നടന്നു പോകരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സന്മനസ്സും തൗഫീഖും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഇസ്രാ മിറാജ് നാളെ നമ്മൾ തുടങ്ങും. ഇപ്പം റജബിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണം നൽകിയതാണ്, ചെറിയ രൂപം. കൂടുതൽ ഞാൻ പരത്തി പറഞ്ഞിട്ടില്ല, അതിന് സമയം കിട്ടൂല. ഇനി നമുക്ക് ഇസ്രാ മിറാജ് കുറച്ച് പരത്തി പറയേണ്ടതുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ അലീം സമീഉൽ ബസീർ. ഈ ആയത്ത് ഇസ്രാ സൂറത്തിന്റെ ആദ്യത്തെ ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നാളെ നമുക്കൊന്ന് വിശദീകരിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ അല്ലാഹ്. തൽക്കാലം ഞാൻ മൈക്ക് വരട്ടെ കുട്ടികളെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.